ശ്രീ എൻ.ആർ. മധു കേസരി മുഖ്യപത്രാധിപർ നമ്മോടൊപ്പം ചിരിക്കാന്. ഡോക്ടർ എൻ.ആർ. മധു, ഇവിടെ ഈ റാപ്പർ വേടൻ ഇപ്പോൾ റേപ്പർ വേടനായി മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഒന്ന് തൊടാൻ പോലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എങ്ങനെ കാണുന്നു? ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തില് പ്രതികൾക്കൊപ്പമാണല്ലോ. ഇത് കഴിഞ്ഞ ദിവസം ഈ റാപ്പർ വേടന്റെ കാര്യത്തെക്കാളും വളരെ വിചിത്രമായ ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ. ഒരു മനുഷ്യന്റെ 2 കാലും വെട്ടി അയാൾ ഇന്ന് ഭാരതത്തിന്റെ പാർലമെന്റിനെ അലങ്കരിക്കുന്ന MP ആയി മാറിയിരിക്കുന്നു. ആ മനുഷ്യനെ വെട്ടിയ ആ പ്രതികൾക്ക് യാത്രയപ്പ് കൊടുക്കാൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പോകുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ ഇവരാരുടെ കൂടെയാണ്? എല്ലാ കാലത്തും പ്രതികൾക്ക് ആരാണോ പ്രതികള്, ആ പ്രതികൾക്കൊപ്പമാണ് ഇവര്. ഇപ്പം വേടൻ സ്റ്റേറ്റിന്റെ ഗസ്റ്റ് ആണല്ലോ ഇപ്പൊ. അതുകൊണ്ട് ഇതൊരു എന്താ പറയാ, സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് പീഡനമാണെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരു ഇടതുപക്ഷ സർക്കാർ അതിന്റെ ഒരു ഔദ്യോഗിക പീഡനമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരുപക്ഷെ വേടന്റെ സാഹിത്യം സർവകലാശാലയിൽ പഠിപ്പിച്ചതുപോലെ വേടന്റെ ഈ കൃത്യങ്ങൾ ഒരുപക്ഷെ ഒരു മത്സര ഇനമായിട്ടൊക്കെ യുവജനോത്സവത്തിനൊക്കെ നമ്മുടെ സർവകലാശാല യുവജനോത്സവത്തിനൊക്കെ പെടുത്താൻ മേലാത്തല്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ ഡോക്ടർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വേടനെ വാഴ്ത്തുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേടനെ എല്ലാവിധ സംരക്ഷണവും നൽകുന്നു, എല്ലാവിധ കവചങ്ങളും ഒരുക്കുന്നു അല്ലേ? ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് 2 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് FIR ഇട്ടത്. ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഈ നമ്മുടെ പോലീസ് സന്നാഹങ്ങൾക്ക് വേടൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യം വേടന് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും അവസരവും ബോധപൂർവം ഒരുക്കി കൊടുക്കുകയാണ് എന്നാണല്ലേ? അവർ നിശ്ചയമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സംരക്ഷണത്തിലാണ് വേടൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും രസകരമായൊരു കാര്യം, ഇവരെല്ലാം നാഴികയ്ക്ക് 40 വട്ടം ഈ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്ന ഒരു ദളിത് പെൺകുട്ടിയാണ്. അതുപോലെയുള്ള നിരവധി കേസുകൾ വേറെ ഇനിയും വരാനിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് സ്റ്റേറ്റ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിനോടൊപ്പമാണോ ഇവർ നിൽക്കുന്നത്? സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകളുടെ മാന്യതയ്ക്ക് വേണ്ടിയും ഒക്കെ സംസാരിക്കുന്നവർ. ഇത് ഇരട്ടത്താപ്പാണ്. ഇപ്പൊ എന്താ പറയാ, ഈ പീഡകനെ സംരക്ഷിക്കുന്ന ഭരണകൂടമാണ്. അല്ലെങ്കിൽ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അപ്പൊ അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എന്ത് നികൃഷ്ട കർമ്മവും ചെയ്യാം, നീചകൃത്യവും ചെയ്യാം. അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടമുണ്ട്, പോലീസുണ്ട്. ആ ഒരു ദുസ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ എൻ.ആർ. മധു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വേടന്റെ വരികൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നൽകുന്ന ഒരു സർക്കാർ. വേടൻ പുറത്തിറങ്ങിയപ്പോൾ മെയ് 5-ാം തീയതി വിളിച്ചു വരുത്തി ഒരു പാരിതോഷികം എന്ന രീതിയിൽ ഒരു വേദി ഒരുക്കിയ സർക്കാർ ഇപ്പോൾ ഈ പീഡന കേസിൽ അകപ്പെട്ട് പുറത്തേക്ക് വരുന്ന വേടനെയും വാഴ്ത്തുന്ന ഒരാളായി ചിത്രീകരിക്കും. അദ്ദേഹത്തിന് വീണ്ടും ഒരു സ്വീകരണം ഒരുക്കും എന്ന കാര്യവും നമ്മൾ കാണേണ്ടി വരും അല്ലേ? നിശ്ചയമാണ്. കാരണം ഈ വേടന്റെ സാഹിത്യം സാമൂഹ്യ വിരുദ്ധവും രാഷ്ട്രദ്രോഹപരവുമാണ് എന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ആ സമയത്ത് ഇവിടുത്തെ സർക്കാർ എന്താ ചെയ്തത്? ഇവിടുത്തെ സർവകലാശാലയില് അത് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാനാണ് അവർ തയ്യാറാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വേടന്റെ ജീവചരിത്രവും കൂടി ഇവർ പഠിപ്പിക്കണം. ഇവിടുത്തെ സർവകലാശാലയില് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേടന്റെ ജീവിതം പഠിപ്പിക്കണം. ഇവിടുത്തെ പല മാധ്യമങ്ങളും ഇയാൾക്ക് സപ്പോർട്ടാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഒരു മകൻ അമ്മയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. ഇത്തരം മാതൃകകൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വേടനെ പോലെ ഉള്ളവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇവിടുത്തെ സർക്കാരാണ് ഇതിന് ഉത്തരവാദി. ശരിക്കും ഇവിടുത്തെ 1-ാം പ്രതി എന്ന് പറയുന്ന സർക്കാരാണ്. അപ്പോ ഈ സ്ത്രീ പീഡകനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സർക്കാരാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഇത്തരം അസാൻമാർഗിക പ്രവണതകളുടെ മുഴുവൻ ഉത്തരവാദി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ എൻ.ആർ. മധു ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.